5 മിനിറ്റിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങയുടെ ഉപ്പുകറി അങ്ങനെ ആക്കണേ അങ്ങനെ നോക്കുക. അപ്പോൾ എൻ്റെ കയ്യിലൂടെ ഉപ്പിലിട്ട മാങ്ങ ഇനിയിപ്പോൾ ഉപ്പിലിട്ട മാങ്ങയെല്ലാം ഞങ്ങൾ പച്ചമാങ്ങ കട്ടാക്കിയിട്ട് അപ്പമേ ഞങ്ങൾ ഈ ഒരു ഉപ്പുകറി ഇടാം. അപ്പോൾ ഇതാ ഒരു പാൻ വെച്ചിട്ട് ഓയിൽ വീഴ്ത്തിയിട്ട് ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കടുക് വെല്ലുള്ളി വേച്ചുപ്പ് ഇട്ട് കൊടുക്കണം. വെല്ലുള്ളി ഒന്ന് കുത്തിയിട്ടെങ്കിട്ട് വേച്ചുപ്പ് വെല്ലുള്ളി എല്ലാം ആറിടുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് കാഞ്ഞോട്ട് വരുമ്പോൾ ഞങ്ങൾ എടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേനത്ര മുളക് പൊടി ഞങ്ങൾ മാങ്ങ എത്ര ഉണ്ട് ಅದಕ್ಕೆ വേനത്ര മുളക് പൊടി ഇട്ട് കൊടുക്കണം. ಅದರೊಟ್ಟಿಗೆ ഞങ്ങൾ കടുകും മെത്ത ഓരോ ടീസ്പൂൺ എടുത്തിട്ട് അതൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കണം. അതിൽ പൊടി ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ അതിര പൊടിയും പിന്നെ തെല്ലി ഇങ്കിടി പൊടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം മിക്സ് ആക്കി എടുക്കുക. തീ ജോറാക്കി വെക്കേണ്ട പൊടിക്കറിയിൽ ലോ ഫ്ലെയിമിൽ വെച്ചോളണം. എല്ലാം മിക്സ് ആക്കി എടുത്തിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ മാങ്ങ ഇട്ട് കൊടുക്കുക. ഇനി വേണമെങ്കിൽ സ്റ്റവ് ഓഫ് ആക്കുക. മാങ്ങയിൽ ഓൾറെഡി ഉപ്പുണ്ടോ ഉപ്പുള്ളതുകൊണ്ട് ഞാനിപ്പോൾ എക്സ്ട്രാ ഉപ്പ് എന്തിടുക നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടെങ്കിൽ പിന്നെ ഞങ്ങൾ പുളി കുറവുള്ള ടൈപ്പ് മാങ്ങ എനിക്കുണ്ടെങ്കിൽ ഇതുപോലെ ഞങ്ങൾ സുർക്ക ബീത്തി കൊടുക്കുക. വേനത്ര പുളിക്ക് വേനത്ര നോക്കിയിട്ട് സുർക്ക ബീത്തി നല്ല മിക്സ് ആക്കി എടുത്ത് ഞങ്ങൾ ഉപ്പുകറി ഇതാ റെഡി ചെയ്ത്. പിന്നെ സുർക്ക ബീത്തെങ്കിൽ ഞങ്ങൾ ഉപ്പുകറി ಬೇಗ ಬೆಡಕಾವಿಲ್ಲ. അപ്പോൾ വേഗം ഞങ്ങൾക്ക് ആക്കിയെടുക്കുമ്പോഴത്തെ 5 മിനിറ്റിൽ ഞങ്ങൾ ആക്കിയെടുക്കുമ്പോഴത്തെ ഒരു ഉപ്പുകറി ആയിട്ടിരിക്കുന്നത് എല്ലാവരും ട്രൈ ആക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കുന്നത്. മാംഗ്ലൂർ സ്റ്റൈലിലുള്ള ഉപ്പുകറി വേണമെങ്കിൽ ಅದರ ರೆಸಿಪಿ ನನ್ನ ಯೂಟ್ಯೂಬ್ ಚಾನಲ್ ವೀಡಿಯೋ ಇಟ್ಟರೆ ಅದು ಬೇಕಂದ್ರೆ ಅದು ನೋಡ್ರು.